മോഹൻലാലിനെ ആദരിക്കുന്ന വേദിയിലെ CPM സംസ്ഥാന സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ വിമർശനവുമായി KC വേണുഗോപാൽ MP. രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള PR വർക്കിന്റെ ഭാഗമായി പരിപാടിയെ മാറ്റിയെന്നും KC വേണുഗോപാൽ. മോഹൻലാൽ കേരളത്തിൻ്റെ പൊതു സ്വത്താണ്. അദ്ദേഹത്തിന് ദേശീയ പുരസ്കാരം കിട്ടിയതിനകത്ത് കേരള ജനത ഒട്ടാകെ സന്തോഷിക്കുന്നുണ്ട്. സർക്കാർ ഇത്തരം കാര്യങ്ങളെ അഭിനന്ദിക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്നു എന്ന് തോന്നിക്കുന്ന രീതിയിൽ ആണ് ആ പരിപാടി സംഘടിപ്പിച്ചത്. സംഘാടകരാണ് തീരുമാനിക്കേണ്ടത് മോഹൻലാലിനെ സങ്കുചിത താല്പര്യത്തിനുവേണ്ടി ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളത് അവരാണ് തീരുമാനിക്കുന്നത്. അവരുടെ കുഴപ്പമാണ്. അവർ തെരഞ്ഞെടുപ്പിനെ തൊട്ട് മുമ്പ് ഒരു PR കണക്കൂട്ടിയുണ്ട്. PRന്റെ യു ഷൈജു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. യു ഷൈജു, ഇന്നലത്തെ ആ പരിപാടിയിൽ CPM സംസ്ഥാന സെക്രട്ടറിയുടെ സാന്നിധ്യം ഏറെ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇപ്പോൾ അതിനെതിരെയാണ് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത്. KC വേണുഗോപാലിന്റെ ഒരു വിമർശനം ഏത് തലത്തിലാണ്? അജി, അതായത് മോഹൻലാലിനെ പോലുള്ള മലയാളത്തിൽ ഒരു മഹാനടന് സ്വീകരണം കൊടുക്കുന്നതിലോ ആദരിക്കുന്നതിലോ ആരും എതിർപ്പ് പ്രകടിപ്പിക്കും എന്ന് കരുതുന്നില്ല. കോൺഗ്രസും അതിനെ എതിർക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. മോഹൻലാലിനെ പോലൊരു നടന് ദേശീയ തലത്തിൽ അംഗീകാരം കിട്ടുമ്പോൾ അതിനെ ആദരിക്കേണ്ടതും അതിന് അംഗീകരിക്കേണ്ടതും ആവശ്യമായ ഒരു കാര്യമാണ്. പക്ഷേ അതിനെ രാഷ്ട്രീയ സങ്കുചിത താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുവെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ടാണ് KC വേണുഗോപാലിനോട് ഇന്ന് മാധ്യമപ്രവർത്തകർ ആലപ്പുഴയിൽ ചോദിച്ചത്. ഇതിൽ പാർട്ടി, അതായത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഈ പരിപാടിയിൽ പങ്കെടുത്തു. അതും ക്ഷണിക്കാത്ത അതിഥിയായി പങ്കെടുത്തതിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് അതൊരു രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ആണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് വിമർശനങ്ങൾക്ക് വിധേയമാവുക സ്വാഭാവികമാണ്. അതങ്ങനെയാണ് എങ്കിൽ അത് തെറ്റാണ്. മോഹൻലാലിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്നതുകൊണ്ട് മാത്രം അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ പറഞ്ഞുവെങ്കിലും KC വേണുഗോപാൽ ആവർത്തിച്ച് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് അടുക്കുന്നത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില PR പ്രവർത്തനങ്ങൾ, ആ PR പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് മോഹൻലാലിനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് രാഷ്ട്രീയ വേദിയാക്കി മാറ്റുന്ന തരത്തിൽ ആക്കി മാറ്റിയത് എന്നാണ്. മാത്രമല്ല, വരാനിരിക്കുന്ന കേരളത്തിൽ മെസ്സി കേരളത്തിലേക്ക് വരാൻ പോകുന്നു, ഫുട്ബോൾ മത്സരം നടത്താൻ പോകുന്നു. അതുപോലും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മാറ്റാനുള്ള ഒരു ശ്രമം കേരളത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നതാണ്. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതിനുവേണ്ടി മാറ്റുന്നു എന്നത് ഒരു വിമർശനത്തിന് വിധേയമാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മാത്രവുമല്ല, സംഘാടകരാണ് ഇക്കാര്യം തീരുമാനിക്കേണ്ടത്. മോഹൻലാലിനെ അംഗീകരിക്കുന്ന ആദരിക്കുന്ന ഒരു ചടങ്ങ് രാഷ്ട്രീയ ലക്ഷ്യത്തിനുള്ള അത്തരമൊരു സങ്കുചിത താല്പര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് അതിന്റെ സംഘാടകരാണ്. അതായത് സർക്കാരാണ് അക്കാര്യം തീരുമാനിക്കേണ്ടത് എന്നാണ്. എല്ലാ കാര്യങ്ങളും സർക്കാർ ഇപ്പോൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ കയ്യിലുള്ള സഹകരണ സ്ഥാപനം എന്ന് പറയുന്ന ഊരാളുങ്കലിന് എല്ലാ കാര്യങ്ങളും കൊട്ടേഷൻ പോലും നോക്കാതെ കൊടുക്കുന്ന രീതി, തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് ഒരു സംസ്ഥാന സർക്കാർ പോകുന്നതിന്റെ തെളിവാണിത്. ശബരിമലയിലും സംഭവിച്ചത് ഊരാളുങ്കലിനെ കയറൂരി വിട്ടതാണ് എന്ന ഒരു കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. കേന്ദ്രത്തിൽ മോദി ഗവൺമെന്റ് എങ്ങനെയാണ് അദാനിയെ സംരക്ഷിച്ച് കേന്ദ്ര ഒറ്റമൂലിയാക്കി മാറ്റുന്നത്, അതേ രീതിയാണ് കേരളത്തിൽ സംസ്ഥാന സർക്കാർ എല്ലാ കാര്യങ്ങളുടെയും സ്പോൺസർഷിപ്പും നടപടികളും ഊരാളുങ്കലിനെ ഏൽപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിലെ അദാനി പോലെയാക്കി കേരളത്തിൽ ഊരാളുങ്കലിനെ മാറ്റുന്നു എന്ന ഒരു വലിയ രാഷ്ട്രീയ വിമർശനമാണ് AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇന്ന് ആലപ്പുഴയിൽ ഉന്നയിച്ചത്. ശരി, യു ഷൈജു ആണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്.